ദശാബ്ദങ്ങൾക്ക് ശേഷം ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തു നിന്നും ആദ്യമായി താമര വിരിഞ്ഞത് തൃശ്ശൂരിലാണ്. കേരളത്തിലെ തൃശ്ശൂർ എന്ന് പറയുന്ന പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ സുരേഷ് ഗോപി എന്ന അതികായൻ മഹാഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ച് കയറിയത്. അതൊരു മാജിക് ഷോക്ക് എന്ന് വേണമെങ്കിൽ നമുക്കെല്ലാം പറയാവുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധി. പക്ഷേ ഈ വിധി നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുക എന്നുള്ള ഒന്നിലേക്ക്, ഒരു വികാരത്തിലേക്ക് നയിച്ചെങ്കിലും ഈ അത്ഭുതത്തിനനുസൃതമായ ഒരു പരിഗണന ശ്രീ സുരേഷ് ഗോപിക്ക് മൂന്നാം മോദി സർക്കാർ കൊടുത്തോ എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. ആ സംശയം ശരിയാണ് താനും. അദ്ദേഹത്തിന് കൊടുത്തത് പെട്രോളിയം ആൻഡ് മിനറൽ ഗ്യാസ് ആ വകുപ്പിലെ ഒരു സ്റ്റേറ്റ് മിനിസ്റ്റർ പദവി എന്നുള്ളതാണ്. ഹർദീപ് സിംഗ് പുരി എന്ന് പറയുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററുടെ കീഴിൽ വർക്ക് ചെയ്യാനുള്ള ഒരു പദവിയാണ് അദ്ദേഹത്തിന് ഈ സ്റ്റേറ്റ് മിനിസ്റ്റർ എന്നതിലൂടെ നൽകിയിരിക്കുന്നത്. ഇത് തികച്ചും ശരിക്കും ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് അനൗചിത്യമായി പോയി എന്ന് പറയാതെ വയ്യ. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കും എന്ന് സുരേഷ് ഗോപിക്ക് മാത്രമായിരുന്നു വിശ്വാസം. അതാണ് വാസ്തവം. മറ്റെല്ലാവരും സുനിൽകുമാറും കെ മുരളീധരനും തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാത്രം അതിനെ വിലയിരുത്തിയപ്പോൾ താൻ ജയിക്കുമെന്നും താൻ തൃശ്ശൂരിനെ എടുത്തു എന്ന് പറയുന്നത് അന്വർത്ഥമാക്കുമെന്നും വിശ്വസിക്കുകയും അത് തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ പറയുകയും ചെയ്തത് ശ്രീ സുരേഷ് ഗോപി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം നിസ്സാരമൊന്നുമല്ല. 1,00,000-നോടടുത്ത 74,686 വോട്ടാണ് സുരേഷ് ഗോപി ഭൂരിപക്ഷം നേടി അവിടെ ജയിച്ചത്. അവിടെ ആകെ വോട്ടർമാരുടെ എണ്ണം 14.83 ലക്ഷമാണ്. അതിൽ പോൾ ചെയ്യപ്പെട്ടത് 10,81,125 വോട്ടുകളാണ്. സുരേഷ് ഗോപിക്ക് 4,12,338 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. തൊട്ടടുത്ത CPIയുടെ സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി സുനിൽകുമാറിന് 3,37,652 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. മൂന്നാം സ്ഥാനത്തെത്തിയ ഈ UDFൻ്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ ഏറ്റവും മിടുക്കനും നേതൃത്വ നിരയിൽ ഏറ്റവും മുന്നണി പോരാളി എന്നും വിശേഷിക്കപ്പെടുന്ന കെ കരുണാകരൻ്റെ മകനായ കെ മുരളീധരൻ അവിടെ ലഭിച്ചത് 3,28,124 വോട്ടുകളാണ്. ഇത്രയും വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെട്ടപ്പോൾ ഇവർക്ക് ലഭിച്ചപ്പോൾ ഭൂരിപക്ഷം എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് ആയിരുന്നു 74,686 വോട്ട്. നിങ്ങൾ ആലോചിക്കണം, അദ്ദേഹം മലർത്തി അടിച്ചത് ഒരു കരുത്തനായ 2 സ്ഥാനാർത്ഥികളെയാണ്. ഒന്ന് LDFൻ്റെ ഏറ്റവും ജനപ്രിയ നേതാക്കന്മാരിൽ ഒരാളായ ശ്രീ VS സുനിൽകുമാറാണ്. അദ്ദേഹം നേരത്തെ ഇവിടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു സംസ്ഥാനത്ത്. ഇപ്പോൾ എല്ലാ മിനിസ്റ്റേഴ്സിനെയും ഒഴിവാക്കിയ കൂട്ടത്തിൽ LDF അദ്ദേഹത്തിനെ ഒഴിവാക്കിയതാണ്. പക്ഷേ ജനബന്ധത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മിടുക്കനായ ഒരു നേതാവാണ് ശ്രീ സുനിൽകുമാർ. ആ സുനിൽ കുമാറിനെയും തോൽപ്പിച്ചു. അടുത്ത് സുരേഷ് ഗോപി തോൽപ്പിച്ചത് ആരെയാണ്? ശ്രീ കെ മുരളീധരൻ. കെ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുടെ വികാരമായ ലീഡറായ കരുണാകരൻ്റെ ഓമനപുത്രനായ മുരളീധരൻ, മിടുമിടുക്കനായ നേതാവ്, APCC പ്രസിഡൻ്റായിരുന്നു, മിനിസ്റ്ററായിരുന്നു, MP ആയിരുന്നു, MLA ആയിരുന്നു. ഈ ചുരുങ്ങിയ കാലയളവിൽ അദ്ദേഹം വളർന്നു വന്ന കാലയളവെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മറ്റ് പല കോൺഗ്രസ് നേതാക്കൾക്കും എത്താൻ കഴിയാത്ത പല സ്ഥാനങ്ങളിലേക്കും മുരളീധരൻ എത്തി എന്ന് മാത്രമല്ല, എത്തിയ സ്ഥാനങ്ങളിലെല്ലാം മിടുക്ക് തെളിയിക്കുകയും ചെയ്തയാളാണ്. സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് തീർച്ചയായും UDF മുരളീധരനെ നിർബന്ധിച്ചുകൊണ്ട് തൃശ്ശൂരിലേക്ക് നിർത്തിയത്. അദ്ദേഹത്തിൻ്റെ സഹോദരി പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നത് മാത്രമല്ല, സുരേഷ് ഗോപി അഥവാ BJP കേരളത്തിൽ നിന്നും ഒരു സീറ്റും നേടാൻ പാടില്ല, അക്കൗണ്ട് തുറക്കാൻ പാടില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് AICC ഡൽഹിയിൽ നിന്നുള്ള നിർബന്ധപ്രകാരം മുരളീധരൻ തൃശ്ശൂരിലേക്ക് വന്നിറങ്ങിയത്.
പക്ഷേ മുരളി പോലും പ്രതീക്ഷിക്കാത്ത തലത്തിൽ 3-ാം സ്ഥാനത്തേക്കാണ് അദ്ദേഹം തള്ളപ്പെട്ടു പോയത്. അവിടെ കോൺഗ്രസ്സുകാരുടെ തമ്മിലടി ഇപ്പോൾ നടക്കുന്നത് നിങ്ങൾ വാർത്തകൾ വായിക്കുന്നുണ്ടാവും. അതിനെ തുടർന്ന് മുരളിയുടെ പരാജയത്തെ തുടർന്ന് യഥാർത്ഥത്തിൽ മുരളി തോറ്റതാണോ തോൽപ്പിച്ചതാണോ എന്നുള്ളത് ഇപ്പോഴും ചർച്ച നടക്കുന്ന കാര്യമാണ്. പക്ഷേ സുരേഷ് ഗോപി തൻ്റെ നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയും അദ്ദേഹം പറഞ്ഞത് അതിനേക്കാൾ ഉപരി നേടിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ജയിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് പ്രാവർത്തികമാക്കുന്നത് ആ കഴിഞ്ഞ 5 കൊല്ലക്കാലം തൃശ്ശൂരിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്കാണ്. തൃശ്ശൂരിൽ നിന്നും ഓടിപ്പോകാതെ തൃശ്ശൂരിൽ പരാജയപ്പെട്ടെങ്കിലും അവിടെ നിന്ന് അദ്ദേഹം ഫൈറ്റ് ചെയ്ത് നേടിയതാണ് ഈ മഹാഭൂരിപക്ഷം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഫൈറ്റിങ്ങിൻ്റെ ഒരു സ്പിരിറ്റ് മോദി സർക്കാർ ഉൾക്കൊണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നു. തീർച്ചയായും കേരളത്തിൽ ആദ്യമായി താമര വിരിഞ്ഞു, ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൽ ആദ്യമായി താമര വിരിഞ്ഞു. വളരെ വളരെ ഉന്നത ശ്രേണിയിലുള്ള 2 നേതാക്കളെ മലർത്തിയടിച്ചു. അപ്പോൾ BJPക്ക് കിട്ടേണ്ട ഒരു വലിയ സ്പേസ് കേരളത്തിൽ ആദ്യമായി ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ് സുരേഷ് ഗോപി. സ്വാഭാവികമായും സുരേഷ് ഗോപിക്ക് ഒരു ക്യാബിനറ്റ് റാങ്ക് കേന്ദ്ര മന്ത്രിസഭയിൽ കൊടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം മോദിക്കും മോദി സർക്കാരിനും ഉള്ളതാണ്, BJPക്കുള്ളതാണ്. പക്ഷേ അത് ചെയ്തില്ല എന്നുള്ളതിൻ്റെ പേരിൽ തീർച്ചയായും ആദ്യം സുരേഷ് ഗോപി തന്നെ ഒരു മടുപ്പ് കാട്ടി എന്നുള്ളതാണ് നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ നിന്നൊക്കെ വായിച്ചത്. അദ്ദേഹം ഒഴിഞ്ഞു നിന്നു. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അതുകൊണ്ട് ഇനി മന്ത്രിസ്ഥാനം ഏറ്റെടുത്താൽ പ്രശ്നമാകുമോ എന്നൊക്കെ അദ്ദേഹം ഒന്ന് അറച്ചു നിന്നെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ചെയ്ത വികാരം അദ്ദേഹത്തിന് കിട്ടേണ്ട വകുപ്പുകൾ അല്ലെങ്കിൽ ക്യാബിനറ്റ് റാങ്ക് തന്നെ വേണമെന്നുള്ളത് അത് മിക്കവാറും അപ്രൂവ് ചെയ്യാൻ സാധ്യത ഇല്ല എന്നുള്ളതിനാൽ അദ്ദേഹത്തിനൊരു മടുപ്പ് തോന്നി എന്നുള്ളതാണ്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഈ മിനിസ്റ്ററിയിലേക്ക് ഉൾപ്പെടുത്തിയ ജോർജ് കുര്യന് ഫിഷറീസ് കൊടുത്തു, അനിമൽ ഹസ്ബൻഡറി കൊടുത്തു, ഡയറിയും കൊടുത്തു, മൈനോറിറ്റി അഫയേഴ്സ് വകുപ്പുകൾ കൊടുത്തു. സുരേഷ് ഗോപിക്ക് കിട്ടിയത് ഏതെന്ന് നിങ്ങൾക്കറിയാം, പെട്രോളിയം ആൻഡ് മിനറൽ ഗ്യാസ് എന്ന് പറയുന്ന വകുപ്പിൻ്റെ സ്റ്റേറ്റിൻ്റെ ചുമതലയാണ്. സ്റ്റേറ്റിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഹർദീപ് സിംഗ് പുരിയുടെ താഴെ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരാളിൻ്റെ കീഴിലേക്ക് ഇരുന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇത്രയുമൊക്കെ ഭൂരിപക്ഷം നേടിയ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായ പരിഗണന കിട്ടിയില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച വോട്ടർമാർക്കുണ്ടെങ്കിൽ, കേരളത്തിലെ ഈ വലിയ മാൻഡേറ്റ് നേടിയതിൽ സന്തോഷിക്കുന്ന സാധാരണ ജനങ്ങൾക്കുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം സുരേഷ് ഗോപിക്ക് ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുക്കേണ്ടത് തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മോദി സർക്കാരിൻ്റെ ഒരു ഇമേജ് ഈ തൃശ്ശൂരിലെങ്കിലും, ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പൊതുവായി പഠിക്കുന്ന ആളുകൾ, ഇതിനെ നിരീക്ഷിക്കുന്ന ആളുകൾ, രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് നമുക്ക് പറയാം, അവരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ ഒരു വാർത്തയാണ് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാബിനറ്റ് റാങ്ക് നേടിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇനിയും ഇവിടുത്തെ വേണമെങ്കിൽ സ്റ്റേറ്റിലെ BJP ഘടകത്തിനു ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം അവർ ഫലപ്രദമായി വിനിയോഗിക്കും എന്ന് കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ തന്നെ സുരേഷ് ഗോപിയോട് അസൂയയുള്ള, വിരോധമുള്ള നിരവധി ആളുകൾ സംസ്ഥാനത്ത് ഉണ്ട് എന്ന് നമുക്ക് അറിയാം. അവരൊക്കെ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു സാമുദായിക നേതാവ് തന്നെ സുരേഷ് ഗോപി തുടങ്ങിയല്ലേ ഉള്ളൂ, അപ്പം ക്യാബിനറ്റ് റാങ്ക് കിട്ടിയില്ല എന്നതിൽ അദ്ദേഹം നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല, തുടക്കമല്ലേ എന്ന മട്ടിൽ ഒരു കമൻറ്റ് വെച്ചത് നിങ്ങൾ മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചു കാണും. പക്ഷേ ആ കമൻ്റൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ അത്യാഗ്രഹമൊന്നും വേണ്ട, പടിപടിയായി ഉയർന്നാൽ മതി എന്നുള്ളതായിരിക്കാം. പക്ഷേ സുരേഷ് ഗോപിയുടെ ഈ വിജയം അങ്ങനെ പടിപടിയായി ഒന്ന് കിട്ടേണ്ട, ഒരു ക്യാബിനറ്റ് റാങ്ക് കിട്ടേണ്ട ഒരാളല്ല എന്ന് നമുക്കെല്ലാം ബോധ്യപ്പെടുത്തി തന്നതാണ്. കാരണം അങ്ങനെ ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുക്കണം എങ്കിൽ പടിപടിയായൊന്നും വരേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പലപ്പോഴും ഈ ക്യാബിനറ്റിൽ തന്നെ ഇടം നേടിയ പല വ്യക്തികളുടെയും കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മുൻകാലങ്ങളിലും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഒരു പ്രാവശ്യം ആദ്യം ജയിച്ച ആളുകൾക്ക് പിന്നെ മന്ത്രി
പദം നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളത്തിൽ പല കക്ഷികളും. അപ്പം അതിനൊന്നും അങ്ങനെ ഒരു സീനിയോറിറ്റിയൊന്നും പരിഗണിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. കഴിവ്, മിടുക്ക്, ജയിച്ച് വന്നതിൻ്റെ ഒരു വലിയ ആർജവത്വം, അതിലേക്ക് വേണ്ടി സുരേഷ് ഗോപി എടുത്ത എഫർട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും അചഞ്ചലമായ രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ഒരു തടസ്സങ്ങളും ബാധകമാകില്ല എന്നും നേടും എന്നു പറഞ്ഞത് നേടിയിരിക്കുക തന്നെ ചെയ്യുമെന്ന് അത് വ്യക്തമാക്കിയ, സ്വന്തം അനുഭവത്തിലൂടെ തെളിയിച്ച, ഈ രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ തെളിയിച്ച ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ലഭിച്ച ഈ സ്റ്റേറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു പദവിയോട് ഞങ്ങൾക്ക് എന്തായാലും വലിയൊരു സന്തോഷം നൽകുന്ന വാർത്തയായി കാണാൻ ആവില്ല. ഇനിയും സമയമുണ്ട്, ഒന്നും വൈകിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് ആ പോസ്റ്റ്, ഒരു ക്യാബിനറ്റ് റാങ്ക് എന്ന പോസ്റ്റ് തന്നെ കൊടുക്കാൻ സദ്ബുദ്ധി BJP നേതൃത്വത്തിന് തോന്നട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുന്നത്. നന്ദി.